ഇന്നത്തെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിനായി 34-ാം സങ്കീർത്തനം വായിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവൻ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിച്ഛിക്കുകയും ചെയ്യുന്നവനാർ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവൻ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായിരിക്കും ദൈവം. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ മാസയോഗം മുതലോ ഈ മാസയോഗം വരെയും ഈ നല്ല സമയം വരെയും നമ്മളെ പരിപാലിച്ച ദൈവിക മഹത്വത്തിനായി ദൈവത്തിന് നമുക്ക് നന്ദി കരയേറ്റാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. നമ്മുടെ മാസയോഗം വളരെ അനുഗ്രഹമായിട്ട് ഈ പുന്നപ്രയുടെ പ്രദേശത്ത് ആമേൻ സ്തോത്രം നടത്തപ്പെടുവാൻ വലിയവനായിരിക്കും ദൈവം ഇടയാക്കിയനായി ദൈവത്തിന് നമുക്ക് നന്ദി കരയേറ്റാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വീണ്ടും നമുക്ക് വിവിധ ആവശ്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആമേൻ നമുക്ക് ദൈവത്തോട് അല്പസമയം ആമേൻ നമ്മുടെ മനസ്സുകളെ ഹല്ലേലൂയ മറ്റൊരു സ്ഥലത്തും വിടാതെ ഒരു ചങ്ങലയിലെ കണ്ണി പോലെ ഹല്ലേലൂയ അത് വിട്ടുപോകാതെ നമ്മുടെ മനസ്സുകളെ ഒന്നിച്ച് ഹല്ലേലൂയ അല്പസമയം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. നമുക്ക് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങള്, നമ്മുടെ സങ്കടങ്ങള്, നമ്മുടെ പ്രയാസങ്ങള്, നമ്മുടെ പ്രതികൂലങ്ങളെ ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ നമുക്കൊന്ന് അറിയിക്കാം. അല്പസമയം ആമേൻ വിവിധ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം. ആദ്യമായി ആമേൻ സ്തോത്രം നമ്മുടെ ഭദ്രാസന അധിപനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമേരിക്കയുടെ പ്രദേശത്ത് ആമേൻ സ്തോത്രായിരിക്കുന്നു പ്രിയ ദൈവദാസൻ ആമേൻ കുടുംബമായിട്ട് അവിടെ ആയിരിക്കുന്നവരെ ഭദ്രമായിട്ട് സൂക്ഷിക്കുവാൻ പരിപാലിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം. നമ്മുടെ വൈദികരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ആമേൻ എന്ന് പകൽക്കാലം ഹാലലിയ കടന്നു വന്നിരിക്കുന്ന ആമേൻ ഈ മാസ്യോഗത്തിന് കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദികരെയും സമ്പൂർണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്ന ദൈവദാസന്മാരോ സഭാപ്രവർത്തകരെ എല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ സ്തോത്രം. നമ്മുടെ ഭദ്രാസനാധിപൻ ആമേ നമ്മുടെ വൈദികരോ സഭാപ്രവർത്തകരെ ഇവരെല്ലാം സമ്പൂർണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവമക്കളായിരിക്കും നാം എല്ലാവരും ഒന്നിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ഇപ്പോൾ തമ്പാൻ സാർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ രാജാവേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയത്തിനായി നന്ദിയുടെ സ്തോത്രം. 2026 ഫെബ്രുവരി മാസം 2-ാം ആഴ്ചയിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പാരാമൺ ഭദ്രാസനമായി ഒന്നിച്ചു കൂടുവാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനാ വിഷയവുമായിട്ട് ദൈവപാദവിടിയായിരിക്കുകയാണ്. പ്രത്യേകിച്ച് അഭിമന്യ ഭദ്രാസന തിരുമനസിനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. വരും ദിവസങ്ങളിൽ കടന്നു വരാനായിട്ട് എന്റെ മകൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മകന്റെ യാത്രയിലൊക്കെ കൂടെ ഇരിക്കണം കർത്താവേ. ആമേൻ. 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 നാളുകളിൽ ഹല്ലേലൂയ ഭദ്രാസനത്തെ നയിക്കുവാൻ ജനമാനെ ഒന്ന് ശക്തീകരിക്കണം പ്രാർത്ഥിക്കുന്നു. കൂട്ടാകുടാശിക്കായി കുഞ്ഞുങ്ങളെ ഇരുവരെയും അവരുടെ ഭാര്യമാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഭദ്രാസനത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ജയജനങ്ങളുടെ വൈദികർക്കായി പ്രാർത്ഥിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇവിടെ ഈ മാസത്തിൽ പ്രസന്റ് ആയിരിക്കുന്ന 3 വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെയും ഗ്ലോറി. കടന്നു വന്ന ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കും. കടന്നു വരാൻ ആഗ്രഹം വഴി യാത്രയിലൊക്കെ ആയിരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ കർത്താവേ സ്തോത്രം. വളരെ വേഗത്തിൽ എത്തിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എന്റെ മക്കളെ ഹല്ലേലൂയ ശ്രവായി ശ്രമിച്ചവർ വൈദികര് തിരുവനന്തപുരമടക്കമുള്ളവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം വചന ശുശ്രൂഷ നിർവഹിക്കുന്ന ദൈവദാസനെ ദൈവിക കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. ക്രൂശിന്റെ വചനമോ നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്കോ അത് ദൈവിക ശക്തിയുമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാല ഈ ദേശത്തോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം അതിശക്തമായിട്ട് ഹല്ലേലൂയ പ്രഘോഷിപ്പാൻ പ്രിയ ദൈവദാസനെ ബലപ്പെടുത്തുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാദേശ് മരുഭൂമിയെ നടുക്കിയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കിയ പെരുവെള്ളത്തിന്മേൽ ആമേൻ നിരച്ച ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ഇന്ന് പകൽക്കാല ദേശത്തോട് തിരുവചന പ്രഘോഷണം മുഖാന്തരം അനേകർ ഹല്ലേലൂയ ആമേൻ ദൈവസന്നിധിയിലേക്ക് ആമേൻ അടുത്തു വരുവാൻ ഈ വചനം അവരുടെ ജീവിതത്തിൽ എന്നേക്കും അനുഗ്രഹത്തിനോ നന്മയ്ക്കോ ആമേൻ വിടുതലിനോ ആമേൻ കാരണമാക്കി മാറ്റുവാൻ സൗഖ്യത്തിന് കാരണമാക്കി മാറ്റുവാൻ ആമേൻ എന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ആമേൻ വചനം പ്രഘോഷിപ്പിക്കുന്നു എന്നല്ല, ആമേൻ ദൈവത്തിന്റെ തിരുവചനം ആര് ആമേൻ പ്രഘോഷിപ്പിച്ചാലും അത് അതിശക്തമായിട്ട് അനേക വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളത്തോട് ആമേൻ ഇടപെടുവാൻ ആമേൻ വചന പ്രഘോഷണം നടത്തുന്ന ദൈവദാസനെ ദൈവിക കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടോ ദൈവമക്കളായിരിക്കും നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഇപ്പോൾ സന്തോഷ് സാറ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. സ്തോത്രം. മഹാപരിശുദ്ധന നീതിമാനത്തിനുമായിട്ട് ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല പകൽക്കാലത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. വിവിധ സഭകളായി ഭവനങ്ങളായി കർത്താവേ ഇന്ന് പകൽക്കാലം ഈ വാത്സല്യ ദേവാലയത്തിൽ കടന്നു വരുവാനും കർത്താവിന്റെ സാക്ഷിയായി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുവാനും ഇടങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ സ്തോത്രം. കർത്താവേ വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ വലിയ ദാസനെ എങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. കർത്താവേ ദൈവമേ സ്വന്തം കർത്താവേ വചനം അങ്ങയുടേതാകുന്നു, അങ്ങയുടേതാകുന്നു. കർത്താവേ ദൈവമേ വചനമാകുന്ന വിത്ത് ദൈവമേ സ്വന്തം ഹൃദയങ്ങളിൽ വീണ് വിളയുവാൻ തക്കവണ്ണം കർത്താവെ 100 മേനിയായി കർത്താവേ സ്വന്തം അത് വർദ്ധിക്കുവാനും കർത്താവെ ആത്മീയ ഫലങ്ങൾ കായ്ച്ചുകൊണ്ട് കർത്താവെ അനുഗ്രഹീതമാകുന്ന ഒരു ആരാധനയ്ക്ക് ദൈവമേ ചുമര് കൊടുക്കുവാനും
അടിയങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. വചനമാകുന്ന ദൈവമേ, വചനവുമായി എഴുന്നേൽത്ത് നിൽക്കുന്ന കർത്താവിന്റെ വീര്യദാസനെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. കർത്താവെ, ആത്മാവിന്റെ ദൈവമേ സ്വന്തം കർത്താവെ ശക്തി കർത്താവെ തന്റെ മകൻ വ്യാപരിക്കുമാറാകണമേ. ദൈവമേ സ്വന്തം കർത്താവെ, ദൈവത്തിന്റെ ദൈവമേ സ്വന്തം മാറ്റമില്ലാത്ത ശബ്ദം ശ്രവിക്കുവാനും കർത്താവെ സ്വന്തം വിവിധങ്ങളാകുന്ന ആവശ്യങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുന്നവരുടെ മേൽ ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനും കർത്താവ് ദൈവമേ അടിയങ്ങളോട് ദയ തോന്നുമാറാകണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചവനായ യേശുവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപ തോന്നി ഉത്തരമരുളുമാറാകണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിവിധ സഭകളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവമക്കളെയും ദൈവിക കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിറഞ്ഞ സന്തോഷത്തോടുകൂടെ തന്റെ കുഞ്ഞുങ്ങളെ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇരട്ടി അനുഗ്രഹം, ഇരട്ടി നന്മ പ്രാപിച്ച് ആമേൻ മടങ്ങിപ്പോകുവാൻ ആമേൻ ദൈവമക്കളെ ദൈവിക കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന ആമേൻ സ്തോത്രം എല്ലാവരെയും ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. നാം അറിയാതെയും ആമേൻ സ്തോത്രം രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ ആ ദൈവമക്കളെ ദൈവിക കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ചു മടങ്ങിപ്പോകുവാൻ യഹോവയുടെ ജീവിതത്തിൽ ആമേൻ സൗഖ്യം തന്നു എന്ന്, യഹോവ എനിക്ക് വിടുതൽ തന്നു എന്ന് ആമേൻ സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആമേൻ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് സൗഖ്യം കൊടുക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദേശനിവാസികളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ മാസ്യക മുഖാന്തരം ആമേൻ നമ്മുടെ ഈ പുന്നപ്പുറ ദേവാലയം അനുഗ്രഹിക്കപ്പെടുവാൻ ആമേൻ വ്യക്തി ജീവിതങ്ങള് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. വിവിധ സഭകളിൽ നിന്നും കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഈ പുന്നപ്പുറ ദേവാലയത്തെയും ദേവാലയത്തിലുള്ള എല്ലാ ഭവനങ്ങളെയും ആമേൻ നാം അറിഞ്ഞു അറിയാതെയും രോഗത്താൽ ഭാരപ്പെടുന്ന ആരാധന മധ്യേ കടന്നു വന്നിട്ടുള്ള വ്യക്തി ജീവിതങ്ങളെ ദൈവിക കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവമക്കളായിരിക്കുന്ന നാം എല്ലാവരും ആമേൻ അതിശക്തമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ജോൺ സാറ് ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കും. പി ടി ജോൺ സാറ് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ദാസൻ പറഞ്ഞതായ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മാസയോഗത്തിന് വേണ്ടി കടന്നു വരണമെന്ന് ആഗ്രഹിച്ച ദൈവമക്കൾക്ക് യഥാസമയം തന്നെ കടന്നു വരുവാൻ വലിയതായ ദൈവം സഹായിച്ചല്ലോ. വാഹനയാത്രയിൽ ഹല്ലേലൂയ അപകടങ്ങളോ അനർത്ഥങ്ങളോ കൂടാതെ വളരെ സന്തോഷത്തോടെ കടന്നു വരുവാൻ ദൈവമേ നേടിയാക്കിയതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. അവർ വിട്ടുവന്നിരിക്കുന്ന ഭവനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. തൻ മക്കളെ അവിടുന്ന് കാത്തു പരിപാലിക്കുമാറാകണമേ. ഈ സഭയ്ക്കായി സ്തോത്രം, സഭാമക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ദൈവമക്കൾ കൂടി വന്ന് ഹല്ലേലൂയ സ്തോത്രം അർപ്പിക്കുന്നത് വരും നാളുകളിൽ ഈ സഭയ്ക്ക് ഒരു ഏറ്റവും അനുഗ്രഹമായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരിക്കുമാറാകണമേ. സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ദേവാലയം പുക കൊണ്ട് നിറഞ്ഞതുപോലെ നിറയുമാറാകണമേ. ഓരോ ജീവിതത്തോടും കർത്താവ് ഇടപെട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ദേവദാസന്മാർക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടല്ലോ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം താരുമെന്നരുളിയോനേ.
സ്വർഗീയാന്തയമേ കർത്താവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മാസ്യത്തിന് തന്റെ മക്കളായിരിക്കുന്നതിലേക്ക് ഒന്നിച്ചു കൂടി വന്നു വലിയവരായിരിക്കുന്ന ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ വലിയവരായിരിക്കുന്ന ദൈവമേ അങ്ങനെയാക്കിയനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. വിവിധ സഭകളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആമേൻ വാഹനത്തിൽ കടന്നു വന്ന ദൈവമക്കളെ ആമേ സ്തോത്രം. തക്ക സമയത്ത് ഞങ്ങളുടെ ദേവാലയത്തേക്ക് കൂട്ടിവരുത്തിനായി നന്ദി കർത്താവേ. കർത്താവേ, വചന ശുശ്രൂഷ നിർവഹിക്കുന്ന ദൈവദാസനെ ദൈവിക കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ വചനം ഇന്ന് പുൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിനോ നന്മയ്ക്ക് വിടുതലിന് കാരണമാക്കി മാറ്റുവാൻ എന്റെ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭദ്രാസന ദിവനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരികം ദൈവമേ, നിങ്ങളുടെ വൈദികരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സുശേഷരെ എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെയും ദൈവിക കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് നിങ്ങളുടെ പുന്നപ്ര ദേവാലയത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതുപോലൊരു മാസയോഗം നടത്തുവാൻ വലിയനായിരിക്കുന്ന ദൈവമേ തന്റെ കുഞ്ഞുങ്ങളെ ഇടയാക്കാനായി നന്ദി കർത്താവേ. എല്ലാ ഭവനങ്ങളെയും ആമേൻ ഇവിടുത്തെ ചർച്ച മറ്റേ ഓർക്കുന്നു കർത്താവേ. ഇവിടുത്തെ വൈദ്യനെ ഓർക്കുന്നുപ്പാ. ഇവിടുത്തെ സാറിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചർച്ച മറ്റേ ഓർക്കുന്നുപ്പാ. ആമേൻ ഇതുപോലൊരു മാസ്യവും നടത്തുവാൻ തന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്താനായി സ്തോത്രം. അവരെ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കണമേ, മാനിക്കണം കർത്താവേ. കടന്നു വന്ന കർത്താവേ, നിങ്ങൾ അറിഞ്ഞു അറിയാതെയും ഈ മാസ്യത്തിൽ ആരെങ്കിലും രോഗത്താൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം ആമേൻ വേഗം ചെല്ലുന്ന ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തി ജീവിതങ്ങളെ തൊടുവാൻ ഹല്ലേലൂയയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ എന്റെ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി സമസ്ത കാര്യങ്ങളെല്ലാം തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങളെ പിടിയോളം താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ടുള്ളതായ സമയം വേർതിരിക്കുകയാണ്. കുമരകം സഭാ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാനപ്പെട്ട സിബി മാർക്കോസ് സ്വദേശി ഇപ്പോൾ വചന ശുശ്രൂഷ നിർവഹിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗേന്ദ്ര രാജാവേ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, അനുഗ്രഹത്തിന് പ്രത്യാശയോടെ ആമേൻ സ്തോത്രം. അടികൾ ആർക്കിട ജീവനങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആമേൻ ആമേൻ മുന്നപ്പുറങ്ങളെ വിശുദ്ധമാർക്കണ യാനത്തിലേക്ക് കടന്നു വരുവാനും ദൈവമേ അനുഗ്രഹമായിരിക്കണ അമ്മേ സാക്ഷിയോഗത്തിൽ പങ്കാളിയായി തിരുവ സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം അടികളെ എല്ലാവരെയും വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒരിക്കൽ നന്മയ്ക്കാൻ സ്തോത്രങ്ങളെ സ്തുതിക്കുകയാണ്. ഇന്ന് അമ്മേ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവിടെ വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ കടന്നു വന്ന മക്കളുടെ മേൽ നന്മകളെ കൊടുക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. അമ്മ നിന്ന് ആഗ്രഹിക്കുന്ന പ്രതികൂലങ്ങളല്ല, ചില സൗഖ്യങ്ങളാണ്. അനുഗ്രഹം പ്രാപിക്കുവാൻ കടന്നു വന്നവരുടെ മേലുള്ള പോരാട്ടങ്ങളെ വിടുവിക്കുന്ന അമ്മ സ്വർഗത്തിന്റെ ആത്മാവിന്റെ അഗ്നി കത്തിയിറങ്ങുന്ന ഒരു ദിനമായിരിക്കാൻ അമ്മ അഭിഷേകത്തിന്റെ അഗ്നി ഇറമാട്ടക്കണ്ണമാട്ടത്തി ഹോവേ. ഇന്ന് സ്വർഗത്തിന്റെ കവാടങ്ങളെ തുറന്നിയാമേ അമ്മ ആലയത്തിൽ ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മനെ ഹോവി അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ഹല്ലേലൂയ. ഇന്ന് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഹല്ലേലൂയ ഇന്നൊരു വിശ്വാസികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവന് കോപിയിൽ രക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് ആലയത്തിലാണ് ഇനി കടന്നു വരുമ്പോൾ എനിക്ക് ചില സൗഖ്യങ്ങൾ നൽകുമെന്ന് വിശ്വസിച്ച് കടന്ന വിശ്വാസിയെ, ആ വിശ്വാസിക്ക് ചില നന്മകളെ അമ്മ ഭവനത്തിന്റെ അമ്മ ചില ഹല്ലേലൂയ അമ്മ ചില പോരാട്ട വിടുതലുകളില് അമ്മ ചില പാരമ്പര്യ കെട്ടുകളെ അവൻ അന്യാരാധന ബന്ധനങ്ങള് അമ്മ ചില നിന്ദകളെ ഇന്നെ യേശു ഇന്നെ അവിടുന്ന് വിടുവിക്കേണ്ടവർ ത്യാശയോടെ ആമേ. ആരെങ്കിലും ഒരാളെങ്കിലും ആമേ അവ കടന്നു വന്നിരിക്കുന്നവെങ്കിൽ ഇനി അവരോട് സംസാരിപ്പ. ഇന്ന് ദൈവത്തിന് തിരുസാന്നിധ്യം ഇനി ആലയത്തിമേ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ കൂട്ടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ മക്കളെ അമ്മേ എല്ലാവരെ സമർപ്പിക്കുകയാണ്. ദൈവമേ, കർത്തദാസന്മാരെ സമർപ്പിക്കുകയാണ്. അവന് പുരോഗത ശ്രേഷ്ഠന്മാരെ സമർപ്പിക്കുകയാണ്. അവന് ശബ്ദപരിധിയിൽ ആർക്കിട ജീവിതങ്ങള് എല്ലാവരെ പേര് പറയെ സമർപ്പിച്ചുകൊണ്ടാമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഹല്ലേലൂയ. അവൻ അടിയരെ സമർപ്പിക്കുകയാണ്. അടിയദാസിയെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഹല്ലേലൂയ.
അല്പസമയം നിന്റെ മുമ്പിൽ നിൽപ്പാനായിട്ട് നീ യോഗ്യപാത്രമല്ല, എങ്കിലും ആമേ യോഗ്യപാത്രമാക്കണേ യഹോവയുടെ ആമേ കരങ്ങളില് അടിയിൽ നിന്ന് പകൽക്കാലം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്തിന് മക്കളോട് സംസാരിപ്പണ നാമനെ വിസ്താരമാക്കണമേ. യാതൊരു അസ്വസ്ഥ പ്രയാസ പ്രതികൂലമില്ലാതെ അമേ ബന്ധനമോ പ്രതിസന്ധിയുമില്ലാതെ ഹല്ലേലൂയ ഇന്നടിയനെ ബലപ്പെടുത്തണമേ. അമേ പരിശുദ്ധ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം. അടുത്തതിലേക്ക് അടികൾ എല്ലാവരെയും വേണ്ടി സമർപ്പിക്കുകയാണ്. പ്രാർത്ഥന സ്തുതിക്കുന്നു. മാനമഹത്വം അങ്ങെടുക്കണം. യേശുവിനെ നാമത്തിൽ ചോദിക്കുമ്പോൾ ദയ തോന്നി കേട്ട് ഉത്തരമല്ലണം പൊന്നു പിതാവേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തോട് വന്നാകട്ടെ. ബഹുമാന അഭിവന്ദ്യ പുരോഹിത ശ്രേഷ്ഠന്മാര്, ഇവിടെ ഇരിക്കുന്ന കർത്തദാസന്മാര്, പ്രത്യേക സീനിയർ ഉപദേശിമാരെ തമ്പാ സാറ്, പി ടി ഓൺ സാറ്, രജി സാറ്, ഇക്കയുടെ വെൽഫെയർ നിന്ന് കർത്തദാസന്മാർ, പ്രത്യേക നമ്മുടെ പി സി പോലോ സാറ് കൈയുടെ പ്രയാസമായിട്ട് ട്രീറ്റ്മെന്റിലാണ്. പി സാറിന് വേണ്ടി എല്ലാ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. കടന്നു വന്നിരിക്കുന്ന മക്കളെ, വിശ്വാസികളെ, കുടുംബാംഗങ്ങളെ, പ്രത്യേക ഈ സഭയുടെ ഭാരവാഹികളെ, പ്രത്യേക ഈ മാസയോഗത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം വരെ കഷ്ടപ്പെടുന്ന ഈ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം യേശുനാമത്തിലെ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. അര മണിക്കൂറാണ് നമ്മുടെ സമയം അനുവദിച്ചിരിക്കുന്നെങ്കിലും ഒരു 2 മിനിറ്റിന്റെ സാക്ഷ്യത്തിലൂടെ ഞാൻ വിശുദ്ധ വചനത്തിന്റെ ഇടുകളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഒരുവനെ പിടിച്ച് കൊണ്ടുവരുവാനായിട്ട് അധികം സമയം വേണ്ട. സ്തോത്രം. പൗലൂസിനെ ദൈവം തന്റെ വേലയ്ക്കായിട്ട് പറഞ്ഞയച്ചത് ഒരു നിമിഷം കണ്ടാണ്. ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ച്, സ്തോത്രം, 3 ദിവസക്കാലം ഇരുട്ടിന്റെ മറവിൽ കിടന്നുകൊണ്ട് ഈ ലോക വെളിച്ചങ്ങൾ കാണാതെ ഈ ലോകത്തിന്റെ ആഡംബരത്തിലും ആധിപത്യത്തിലും അധികാരത്തിലും അവൻ ജീവിച്ചിരുന്ന പൗലൂസിനെ ഒരു ദിവസം കണ്ട് തന്റെ ദൈവവേലയ്ക്ക് ഒരിക്കൽ പോലും യേശുവിനെ അവൻ മുഖാമുഖം കാണുവാൻ കഴിയാതെ ഇരുന്ന, അല്ലെങ്കിൽ യേശുവാനെന്ന് അറിയാതെ ഇരുന്ന, യേശുവിന്റെ പരിസര ശുശ്രൂഷയെന്ന് അറിയാതെ ഇരുന്ന പൗലോസിനെ പിടിച്ച് ഈ ലോകത്തിന്റെ അപ്പോസ്തലന്മാരിൽ ഒന്നാമനാക്കി മാറ്റാമെങ്കിൽ, സ്തോത്രം, ആമേൻ, ദൈവം എന്നെ പോലെ ഒരു ശിശുവായിരിക്കുന്ന ഒരുവനെ കൊണ്ടുവരുവാൻ നിസ്സാര സമയം മതി. സ്തോത്രം, ആമേൻ. ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിന്ന്, സ്തോത്രം, ആമേൻ, എന്നെ ഇവിടെ ആക്കി എന്റെ യഹോവ വച്ചിരിക്കുന്നുവെങ്കിൽ എന്നെ കുറിച്ച് എന്റെ ദൈവത്തിന് അനവധിയായിക്കേണ്ട പദ്ധതികളുണ്ട്. സ്തോത്രം, ആമേൻ. ഒരിക്കലും എൻ്റെ അമ്മ എന്നെ വലുവായിട്ട് ശ്വാസം മുട്ടലായിട്ട് ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് എൻ്റെ അമ്മ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഞാൻ ഇവനെ ദൈവവേലയ്ക്ക് അയച്ചുകൊള്ളാം. സ്തോത്രം. അതിന് അമ്മ മറന്നു, എന്നെ അമ്മ ഓർപ്പിച്ചില്ല. പക്ഷെ മറക്കാത്ത ഒരുവൻ സ്വർഗത്തിലുണ്ടായിരുന്നു. സ്തോത്രം, ആമേൻ. നീ ചെല്ലേണ്ട ഇടത്തേക്ക് ചെല്ലേണ്ട സമയത്ത് നിന്നെ കൊണ്ടിരുത്തുമെന്ന് സർവശക്തൻ തമ്പുരാൻ അവനൊരു വാഗ്ദത്തം പറഞ്ഞിരിക്കണമെങ്കിൽ നീ എവിടെ പോയി ഒളിച്ചാലും ആമേ, അമ്മ, നീ ഏത് തോട്ടിൽ ഒളിച്ചാലും ആമേ, ഏത് നാട് വിട്ടു പോയാലും ആമേ, ദൈവസന്നിധി വിട്ട് നീ മാറിയാൽ നിന്നെ ദൈവവേലക്കാരനാക്കുമെന്ന് എന്നോട് അമ്മ ദൈവം അവിടെ പറഞ്ഞ് പിടിച്ചിരുത്തിയിരിക്കുകയാണ്. സ്തോത്രം, ആമേൻ. വിശുദ്ധ വേദപുസ്തകം എടുത്ത നാൾ മുതൽ എൻ്റെ ജീവിതത്തിൽ അമ്മ നന്മയല്ലാതെ ഒരു തിന്മയും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കടന്നു വന്നിട്ടില്ല. സ്തോത്രം, ആമേൻ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വളരെ ഭാരത്തിലും പ്രയാസത്തിലും കഷ്ടതയിലും ജീവിച്ചു വന്ന ഭവനമാണ്. സ്തോത്രം. അവൻ്റെ കുമരമ്പള്ളിക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പലപ്പോഴും കേട്ട ഒരു ഭാഗങ്ങളാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ അപ്പൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ചായി ഞാൻ മറക്കാത്തൊരു കാര്യമുണ്ട്. ഈ മിഥുനം കർക്കിടക മാസം എന്നത് പഞ്ഞമാസമാണ്. സ്തോത്രം. പട്ടിണിയുടെയും ഇല്ലായ്മയുടെയും കാലഘട്ടങ്ങളിൽ ഒരിക്കൽ എന്നെയും എൻ്റെ സഹോദരൻ 2 വയസ്സ് വ്യത്യാസമുണ്ട്. എൻ്റെ സഹോദരൻ ഞാനുമായിട്ട് കുഞ്ഞുങ്ങളാ, 5-6 വയസ്സൊക്കെ ഉള്ളു. എന്നെ ഞങ്ങളെ വിളിച്ചു. വെള്ളം മഴ പെയ്തിങ്ങനെ തോർന്ന് മരം കിടക്കുക. എൻ്റെ അപ്പൻ വിളിച്ചുകൊണ്ട് എന്നെ അനിയൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പോയി. ചെറുപ്പം വരെ ഈ വിശപ്പിൻ്റെ അസുഖമുണ്ട്. ഞാൻ നല്ലൊരു ഭക്ഷണം കഴിക്കും. ഈ വീട്ടിൽ വിളമ്പി വെക്കുന്ന ഏറ്റവും വലിയ പാത്രം നോക്കി ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എൻ്റെ വലിയൊരു സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയുമാണ്. സ്തോത്രം. ഞാൻ പലപ്പോഴും പറയും, അവരുടെ ഹൃദയത്തിന് ചൂട്, സ്തോത്രം, എന്നിൽ പകർന്നത് കൊണ്ടാണ് ഞാൻ എന്ന വ്യക്തിയുടെ ജീവനോടെ ഇരിക്കുന്നത്. സ്തോത്രം. എനിക്ക് മക്കളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ അപ്പന്റെ ചൂട് അവൻ നിങ്ങൾക്ക് ലഭിച്ചത് കണ്ട നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കേണ്ടത്. നിങ്ങൾ അറിവാകുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ചൂട് നിങ്ങൾ തിരിച്ചു പകർന്നു കൊടുക്കണം. സമൃദ്ധിയായിട്ട്, സംരക്ഷണമായിട്ട്, അവൻ നന്മയായിട്ട്. സ്തോത്രം. അങ്ങനെ ആവുകയാണെങ്കിൽ നമ്മളെ ചേർത്ത് പിടിച്ചൊരു യേശു നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അവൻ കാൽവരി ക്രൂശിലെ ജീവൻ തുളുമ്പുന്ന അല്ലെങ്കിൽ രക്തം നമ്മൾക്ക് വേണ്ടി നൽകിയെങ്കിൽ അത് ജീവരക്തം നമ്മളിലേക്ക് പകർന്നു നൽകുമെങ്കിൽ ഇന്ന് നമ്മൾ ജീവനോട് ഇരിക്കുന്നത് അവൻ ആ യേശുവിന്റെ സ്നേഹം മൂലമാണ്. സ്തോത്രം. കാൽവരി ക്രൂശിലെ സ്നേഹമേ
എന്നെ വീണ്ടെടുത്ത മക സ്നേഹമേ, കാൽവരി ക്രൂശിലെ സ്നേഹമേ, സ്നേഹത്തിൻ ചങ്ങലയാലെന്നെ ബന്ധിച്ചിടം യേശു രക്ഷകൻ, സ്നേഹത്തിൻ ചങ്ങലയാലെന്നെ ബന്ധിച്ചിടം യേശു രക്ഷകൻ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കൊരു വേദഭാഗത്തിലെ വിധത്തിൽ കിടക്കാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിന്റെ 2-ാം അധ്യായം, അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കാം. 3-4 വാക്യങ്ങൾ വേദത്തിൽ വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം, 2-ാം അധ്യായം, 3-4 വാക്യം വായിക്കാം. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമെന്നോ നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. ഈ വചനം ഇങ്ങനെ പറയുന്നത്, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. സ്തോത്രം. പിന്നെ പറയുന്നത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധമമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. സ്തോത്രം. ആമേൻ. എത്ര പേർക്ക് ഈ വേദഭാഗം മനസ്സിലായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. വളരെ മർമ്മമുള്ളൊരു വേദഭാഗമാണ്. ആമേൻ. ആലയത്തിന്റെ ഉള്ളില് ആമേ തന്നെത്താൻ ഉയർത്തുന്ന പൈശാചികന്റെ ആമേ പോരുകളുണ്ടെന്ന് ആമേൻ ഈ വേദഭാഗത്തിലൂടെ ആമേൻ നമ്മളെ ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ എതിരാളി ആമേ സ്വർഗത്തിൽ കടന്ന് ആമേ ദൈവത്തോട് വാദിച്ചവനാ. സ്തോത്രം. 40 ദിവസക്കാലം ഉപവാസം അനുഷ്ഠിച്ച് ആമേൻ സ്തോത്രം വിശപ്പോടെ വന്ന യേശുവിനെ ആമേ പരീക്ഷിച്ച പിശാച. ആമേൻ. അവന് ഏതിടം വേണേല് ഏത് സ്ഥലത്ത് വേണമെങ്കിലും അവന് ചെന്നെത്തുവാൻ കഴിയും. സ്തോത്രം. നമ്മൾക്ക് എത്തുവാൻ കഴിയാത്തയിടത്ത് ആമേൻ ഈ പിശാചിന് ചെന്നെത്തുവാൻ കഴിയും. ആമേൻ. നമ്മുടെ ഭവനത്തിന്റെ ഉള്ളറകളില് ആമേൻ അവന് കുടിയിരിക്കുവാൻ കഴിയും. സ്തോത്രം. ആമേൻ. നമ്മളെ വിചാരിക്കുന്നത് അവൻ നമ്മുടെ ഭവനം എപ്പോഴും അവൻ മനോഹരമാണെന്ന് അവൻ നമ്മുടെ ഹൃദയത്തിൽ പറയുമ്പോൾ മൂലക്കിരുന്നു കൊണ്ട് സാത്താൻ നിന്നോട് വാദിക്കുന്നുണ്ട്. അവൻ നിന്നെ കഴിഞ്ഞ ദിവസകാലങ്ങളില് അവൻ കഴിഞ്ഞ രാത്രിയില് അവൻ നിന്റെ ഭവനത്തിൽ കെട്ടുപോയ അവൻ ആരാധന അവൻ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഈ വചനം പറയുന്നത്, ആരും ഏത് വിധനെയും നിങ്ങളെ ചതിക്കരുത്. സ്തോത്രം. ഈ കാലഘട്ടങ്ങള് ചതിയുടെ കാലഘട്ടമാ. ആമേൻ. കുതികാല് വെട്ടിന്റെ കാലഘട്ടമാ. ആരെയും വിശ്വസിക്കാൻ പ്രയാസമുള്ള കാലഘട്ടമാ. ആമേൻ. സ്തോത്രം. ആ കാലഘട്ടങ്ങളിൽ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാ, ആരെയും നിങ്ങൾ വിശ്വസിക്കരുത്, നിങ്ങൾക്ക് ചതി പറ്റുവാൻ പോവുകയാ ചിലർക്ക്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ആമേൻ. വാക്യത്തിൽ കടന്നു വരികയാണ്. ഞാൻ തന്നെ വായിച്ചുകൊള്ളാം. എഫെസ്യർ ലേഖനം 5-6 ഇങ്ങനെ പറയുന്നു, വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്, ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണകെട്ടവരുടെ മേൽ വരുന്നത്. സ്തോത്രം. ആമേൻ. വാക്യം, വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. സ്തോത്രം. ആമേൻ. ചില വാക്കുകളില് നിങ്ങൾ മയങ്ങി വീഴരുത്. സ്തോത്രം. വാക്കുകൾ കൂടെയുള്ള ആൾക്കൂട്ടത്തിന്റെ കൂടെ അവൻ നിങ്ങൾ ന്യായത്തെ മറിച്ചുകൊണ്ട് അവൻ നിങ്ങൾ കൂട്ടം കൂടരുത്. സ്തോത്രം. ആമേ. നിങ്ങൾ മറിഞ്ഞു പോകുന്ന ദൈവത്തിന്റെ ആരാധന നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് അവൻ ദൈവ സ്വഭാവം അവൻ നിങ്ങൾക്ക് മാറിപ്പോകുന്നത് അവൻ നിങ്ങളുടെ ചെവിയിലൂടെ അവൻ ചില വ്യർത്ഥ വാക്കുകൾ നിങ്ങൾ കേട്ട് അത് സ്വീകരിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. ആമേ. ഞാൻ ഈ വാക്കിൽ 2-3 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സ്തോത്രം. അതിലൊന്ന്, നിങ്ങൾ ചതിവ് പറ്റുന്നവരാകരുത്.
സ്തോത്രം. അവിടെയാണ് അനുഗ്രഹം, ഇവിടെയാണ് അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിന്റെ ആമേ സ്തോത്രം പിൻബലത്താൽ പുറപ്പെട്ട് വരുന്ന ആട്ടിൻതോലിട്ട കുഞ്ഞാടുകള് ചീറിപ്പാഞ്ഞു നടക്കുന്ന ഈ ആത്മീയ ലോകത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോ 2 വട്ടം ഒന്ന് ചിന്തിച്ചോണ്. അവരിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് ദൈവത്തിന്റെ ആത്മാവാണോ എന്ന് നിങ്ങളൊന്ന് ഹിതപരിശോധന ചെയ്ത് വേണം നിങ്ങൾ കടന്നു പോകുവാൻ. സ്തോത്രം. ആമൻ വീണ്ടും പറയുന്നത്, ആ വാക്യത്തിന് അടുത്ത ഹെഡിങ് പറയുന്നത് വിശ്വാസത്യാഗത്തെ കുറിച്ചാണ്. സ്തോത്രം. ആമേ നല്ലൊരു വിശ്വാസി ആകണമെന്നുണ്ടെങ്കിൽ ഈ വാക്യങ്ങളും ഇതിന്റെ വചനങ്ങളും ഇന്ന് കേട്ട് ഗ്രഹിച്ച് ഞാനിത് പാലിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നാളെ വിശുദ്ധ ആലയത്തിൽ നിങ്ങൾക്ക് വിശുദ്ധിയോടെ പ്രവേശിച്ചല്ല. സ്തോത്രം. ആമേൻ. വിശ്വാസത്യാഗം എന്നുള്ള വാക്ക് യവന ഭാഷയിൽ പറഞ്ഞാൽ അവിടെ പറയുന്ന 2 കൂട്ടം കാര്യമുണ്ട്. ഒന്ന് മത്സരം എന്ന് പറയുന്നുണ്ട്. സ്തോത്രം. പിന്നെ പറയുന്നത് ത്യജിക്കുക എന്ന് പറയുന്നുണ്ട്. ആമേൻ. ദൈവത്തോട് മനുഷ്യൻ മത്സരിച്ചുകൊണ്ട് അവരോട് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. എനിക്കിപ്പോൾ ഇന്ന് ഈ ആരാധനയ്ക്ക് ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ കഴിയുകയില്ല എങ്കിൽ ഓരോ വാക്കുകൾ പറഞ്ഞ് ആമേൻ നമ്മൾ ദൈവത്തെ നിന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ചിലർ പള്ളി വരാത്തൊരു കാരണം പറയും, ഞാൻ ഇന്ന കാര്യത്തിന് പോയതാ, തുണി അലക്കാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ അപ്പുറത്ത് പോകാൻ കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. സ്തോത്രം. ആമേ. അത് ദൈവത്തെ നീ ത്യജിക്കുന്ന വാക്കുകളാണ്. സ്തോത്രം. ആരാധന ഇല്ലാതാക്കുവാനും ആരാധനയിൽ പങ്കുകൊള്ളാതെ ഇരിക്കുവാനും നിന്റെ മുമ്പ് യാതൊരു ഓപ്ഷനും ഇവിടെ കാണുന്നില്ല. സ്തോത്രം. പിന്നെയോ ആരാധനയെ നീ ഇല്ലാതെയാക്കുന്നുവെങ്കിൽ നീ ദൈവ സന്നിധിയിൽ ദൈവത്തോട് മത്സരിച്ച് നിൽക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഞാൻ വേഗത്തിൽ ഓടിപ്പോവുകയാണ്. അടുത്ത വാക്കിങ്ങനെ പറയുന്നത് നാശയോഗ്യൻ. സ്തോത്രം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്നു, നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു, തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനെ അല്ലാതെ. സ്തോത്രം. അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. സ്തോത്രം. ആമേൻ. യേശു ഉണ്ടായിരുന്ന സമയത്ത്, ആമേൻ, അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്ന സമയത്ത്, 12 ശിഷ്യന്മാരുണ്ടായിരുന്ന സമയത്ത് അതിലൊരുവനെ അല്ലാതെ നശിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. ആമേൻ. ആലയമായാലും ഭവനമായാലും നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. സ്തോത്രം. അതിൽ ഒന്നിച്ചുള്ള മനസ്സോടെയായിരിക്കണം ആരാധിക്കേണ്ടത്. ആമേൻ. ഭവനമായിരുന്നാലും ഒരു മനസ്സോടെ ആയിരിക്കണം ആമേൻ ഭവനത്തിൽ നിങ്ങൾ ജീവിക്കേണ്ടത്. സ്തോത്രം. ആമേൻ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശോധന ചെയ്തപ്പോൾ പറയാം, ആമേൻ, ഞാൻ നാശയോഗ്യനാണോ? സ്തോത്രം. ആമേൻ. ദൈവത്തിന് ഹിതമല്ലാത്ത രീതിയിൽ എന്നിൽ നിന്ന് എന്തെങ്കിലും പുറപ്പെട്ടു വന്നിട്ടുണ്ടോ? സ്തോത്രം. ആമേൻ. യേശു പറഞ്ഞ നാശയോഗ്യൻ ആരാണ്? യൂദായാണ്. സ്തോത്രം. കൂടെ നടന്നിട്ട് അല്ലേ? സ്തോത്രം. യേശു വാഴ്ത്തിക്കൊടുത്ത അപ്പം ഭക്ഷിച്ചിട്ട് 5 അപ്പവും അല്ലെ മീനുമൊക്കെ ഭക്ഷിച്ച് തൃപ്തിയായിട്ട്, സ്തോത്രം, ആമേൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദായാണ്. സ്തോത്രം. ആമേൻ. ഒറ്റുകാരന്റെ അവസ്ഥ എന്താണ്? അവസ്ഥാനോ അവൻ കെട്ടി ഞാൻ ചാകുവാനിടയായി. സ്തോത്രം. നിന്റെ അവസാനമാമേ നീ ഒറ്റുകാരനാണെങ്കിൽ നീ സ്വത സമൂഹത്തിന് നീ ഒറ്റുകൊടുക്കുന്നവനാണെങ്കിൽ സഭയെ ഒറ്റുകൊടുക്കുന്നവനാണെങ്കിൽ നിന്റെ കുടുംബത്തെ ഒറ്റുകൊടുക്കുന്നവനാണെങ്കിൽ നിന്നെ അവസാന കാലഘട്ടം നിന്നെ സംരക്ഷിക്കുവോ ആരും ഉണ്ടാവുകയില്ല. സ്തോത്രം. ആമേൻ. യേശു പറഞ്ഞത് ആ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചു പോയിട്ടില്ല. സ്തോത്രം. ആമേ. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേ. നമ്മുടെ ജീവിതത്തില് നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ ചിന്തകളെ, നിലവുകളെ, ആത്മീയ യാത്രയെ ഇല്ലായ്മ ചെയ്യുന്നത് ആരാണെന്ന് വ്യക്തമായിട്ടറിയാം. സ്തോത്രം. ആമേ. നമ്മൾ പറയുന്നത് ആരെയാ? നമ്മൾ വീട്ടിലുള്ളവരെ അല്ലെ? അച്ഛൻ പ്രാർത്ഥിക്കുകയല്ല, സ്തോത്രം, അല്ലെ? അവള് പ്രാർത്ഥിക്കത്തില്ല അല്ലെ? മക്കള് പള്ളി വരത്തില്ല അല്ലെ? അപ്പനും അമ്മയും പ്രശ്നക്കാര് അല്ലെ? ഇതൊന്നുമില്ലെങ്കിൽ പള്ളിക്കാര് കുഴപ്പക്കാര്, പള്ളിക്കാരും കുഴപ്പമില്ല, നാട്ടുകാർ കുഴപ്പക്കാര്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഈ കുഴപ്പങ്ങള്
അവൻ നിന്റെ ഭവനത്തിൽ നീ പോലും അറിയാതെ ഇറക്കി വിടുന്ന ഒരു അധമമൂർത്തി നിന്റെ ഭവനത്തിന് ചുറ്റുമാമ ഊടാടി നടപ്പുണ്ട്. സ്തോത്രം, ആമേൻ, സ്തോത്രം. അധമമൂർത്തി എന്ന് വെച്ചാൽ എതിർ ക്രിസ്തുവാണ്. സ്തോത്രം. യേശുവിനോട് എതിർത്തയാളാണ്, ദൈവത്തോട് എതിർത്തയാളാണ്. സ്തോത്രം, ആമേൻ. ദൈവത്തെക്കാളും ആമേ ശക്തി കൊണ്ടെന്ന് വാദിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ അധികാരം പിടിച്ചു വാങ്ങുവാനായിട്ട് സ്വർഗത്തില് ദൈവത്തോട് വാദിച്ച് ദൈവത്തിന്റെ ദൂതന്മാർ വെട്ടിയിട്ട ആമേ ദൂതഗണങ്ങള്, പിശാചിന്റെ ദൂതന്മാര് നിന്നെ വീഴ്ത്തുവോ നടക്കുകയാണ്. സ്തോത്രം, ആമേൻ. അവിടെ നമ്മൾ വീണു പോകരുത്. സ്തോത്രം. 1 യോഹന്നാൻ 2:18 ഇങ്ങനെ പറയുന്നു, കുഞ്ഞുങ്ങള് ഇത് അന്ത്യനാഴികയാകുന്നു. സ്തോത്രം, ആമേ. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സ്തോത്രം. അപ്പോസ്തലൻ പറഞ്ഞു പഠിപ്പിക്കുകയാ. സ്തോത്രം, ആമേൻ. അവരോട് വാക്കുകൾക്കുണ്ട്, ആമേൻ, വിശുദ്ധമായിരിക്കുന്ന വചനം കൊണ്ട്, ആമേൻ, യേശുവിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട ആമേൻ വാക്കുകൾക്കുണ്ട്, ആമേൻ, അവിടെ ഒരു സഭയെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ, സ്തോത്രം, എഴുന്നേറ്റിരിക്കയാൽ. സ്തോത്രം, സ്തോത്രം, ആമേൻ. അനേക എതിർ ക്രിസ്തുക്കൾ ഇങ്ങനെ ഉയർത്തുകൊണ്ടിരിക്കുകയാ. സ്തോത്രം, ആമേൻ. അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്ക് അറിയാം. സ്തോത്രം, ആമേൻ. നമ്മുടെ ഈ ആത്മീയ അന്തരീക്ഷങ്ങൾ പഴയതിൽ നിന്ന് ഇന്ന് മാറിപ്പോയിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്ന പഴയ തലമുറയുടെ എണ്ണം കുറയും തോറും ആലയത്തിൽ സ്തോത്രമെന്ന യാഗത്തിന്റെ ശബ്ദം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പഴയ അമ്മച്ചിമാരെന്റെ യേശുവേ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, യേശു സ്വർഗത്തിലിരുന്ന് ഒന്ന് വിളി കേൾക്കും കേട്ടോ. സ്തോത്രം, ആമേൻ, സ്തോത്രം. ഇവിടെ അന്ത്യക്രിസ്തുവിന്റെ ഒരു വലിയ കടന്നുവരവ് ഇവിടെ നമ്മൾ കാണുകയാ. ആമേൻ. ശത്രുവിന്റെ ഒരു പ്രവൃത്തി ഇവിടെ വെളിപ്പെട്ട് വരികയാ. സ്തോത്രം. ശത്രു നിന്നെ വീഴ്ത്തുന്ന ഒരു സാഹചര്യം നിന്റെ മുൻപില് നീ കണ്ടുവേണം ആമേ ഇന്ന് ഈ ആലയം വിട്ട് പുറത്തു പോകുവാൻ. സ്തോത്രം. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാനവ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാനവ പതിയിരിക്കും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദ വരികയില്ല. ഹല്ലേലൂയ. നമുക്ക് വേദഭാഗം എടുക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വരെ വായിക്കാം. ഒരാളെടുത്ത് വ്യക്തമായിട്ട് വായിക്കുക. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന് 1-ാം വാക്യം വായിക്കുക. ഞാൻ പറയുന്ന വാക്യങ്ങൾ വായിക്കണം. 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളോരോ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇവിടെ എതിർ ക്രിസ്തുവിന്റെ ഒരു പ്രവൃത്തി നിങ്ങളുടെ അടുക്കലേക്ക് അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വന്നു എന്ന് ഇന്ന് വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് അമേരിക്കയുടെ നാമത്തില് ഇന്ന് പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, ആമേൻ. വചനം പറയുന്ന അപ്പന് മക്കളോട് കരുണ തോന്നുകയാണ്, അല്ലെ? സ്തോത്രം. ഇന്ന് കരുണ ആരുടെ പക്കലാണ് ഉള്ളത്? സ്തോത്രം, ആമേൻ. അപ്പൻ മക്കളെ കൊല്ലുന്ന കാലഘട്ടം, അല്ലെ? സ്തോത്രം. മക്കൾ അപ്പനെ അടിച്ചു കൊല്ലുക, അമ്മയെ കൊല്ലുക. സ്തോത്രം. ഈ സ്നേഹമൊക്കെ വിട്ടുമാറി അവൻ ഈ കാലങ്ങളില് അവൻ അന്ത്യക്രിസ്തുവിന്റെ പ്രവൃത്തി അല്ല എന്ന് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? സ്തോത്രം. അവനൊരു മൃഗം കയറി വരികയാണ്. അവൻ ജീവിച്ചിരിക്കുന്ന ദൈവനാമം വിളിച്ചു പറയുന്ന അവൻ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് അവൻ പോരടിക്കുവാനായിട്ട് പലപ്പോഴും അവൻ നിന്റെ ഭവനത്തിന്റെ സന്തോഷത്തെ കെടുത്തുപോർ പലപ്പോഴും ഈ ദുഷ്ടദൂതൻ നിന്റെ ഭവനത്തേക്ക് കടന്നു വരുന്നുണ്ട്. സ്തോത്രം, ആമേൻ. ഞാൻ വേഗം പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. ഈ മൃഗം കയറി വന്ന് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഇവൻ അധികാരം കൊടുത്തത് ഒരു മഹാസർപ്പമാണ്. സ്തോത്രം, ആമേൻ. ഈ സർപ്പത്തെ നമുക്കറിയാം, ആമേൻ. ഒരു പാമ്പിനെ നമുക്കറിയാം.
സ്തോത്രം. മനുഷ്യനെ ആദ്യം പിശാചിന്റെ രൂപത്തില് ഒരു പാമ്പായി ഇഴഞ്ഞു ചെന്ന് സ്ത്രീയുടെ മുൻപില് പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ച ഒരു പിശാചിന്റെ സാന്നിധ്യമാണ്. സ്തോത്രം. ദുഷ്ടന്റെ അധികാരമാ. സ്തോത്രം. ഹല്ലേലൂയ. ഈ അധികാര മൃഗമാമേ സമുദ്രത്തിൽ നിന്ന് കയറി വരികയാണ്. സ്തോത്രം. ഇവൻ അധികാരം കൊടുത്തത് മഹാസർപ്പമാ. സ്തോത്രം. ഇന്ന് മനുഷ്യന് അധികാരങ്ങളുടെ പുറകെയാണ്. സ്തോത്രം. ഒരു അധികാരം തരാമെന്ന് പറഞ്ഞാൽ ഏത് സർപ്പത്തെയും വണങ്ങുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം. ഇവന് അടങ്ങിയിരിക്കുന്ന സർപ്പസന്തതിയെ എന്ന് വിളിച്ച വാക്കുകൾ ഇതിന്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. ദൈവനാമത്തെ വിട്ടുകൊണ്ട്, ദൈവ അധികാരത്തെ വിട്ടുകൊണ്ട്, ദൈവ സ്വഭാവത്തെ വിട്ടുകൊണ്ട് പിശാചിന്റെ സ്വഭാവത്തിന്റെ പിന്നാലെ പോകുന്ന വിശ്വാസിയെ നിന്റെ അവസാനം ജീവനം ഇഴഞ്ഞായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ സ്തോത്രം, ദൈവം ചില പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. എന്റെ ഓർമ്മയിൽ എന്റെ നാട്ടില് പുഴുമരിച്ച് മരിച്ച കുറച്ച് ജീവിതങ്ങൾ എനിക്കറിയാം. സ്തോത്രം. ഇന്ന് ഈ കാലഘട്ടമില്ല, എന്റെ ഓർമ്മയില്ല. സ്തോത്രം. ഒന്ന് ഓർത്തു നോക്കിക്കേ, എന്ന് മാത്രം ദൈവത്തിന്റെ ശിക്ഷയാണെന്ന്. ജീവനോടെ ഇരിക്കുമ്പോൾ ഏത് വശം തിരിഞ്ഞ് കിടന്നാലും അവിടെ പുഴുവരിക്കുക, ഇങ്ങനെ വെളുത്ത പുഴു ഇങ്ങനെ വ്യാപരിച്ച് നടക്കുകയാണ്. സ്തോത്രം. ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയുന്ന ദൈവവിശ്വാസിയെ നിന്നെ ഇഴയാൻ വിടുവാനല്ല ദൈവം വിചാരിക്കുന്നത്. യെഹൂദനെ ഉയർപ്പിച്ചതുപോലെ, അവന്റെ നിവർന്ന് നിൽക്കുമാറാക്കിയതുപോലെ അവന്റെ നാവിന്മേൽ തീക്കട്ടയെ കൊടുത്ത് അവന്റെ നാവിനെ പരിശുദ്ധാത്മാവിനോ നിറച്ചതുപോലെ വിശ്വാസിയെ നിന്റെ നാവിനെയോ അവന്റെ ശരീരത്തെയോ നിന്റെ സകല രോഗങ്ങളെ വിടുവിച്ചുകൊണ്ട് ഇന്ന് ബലപ്പെടുത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. സ്തോത്രം. മഹാസർപ്പത്തിന്റെ പുറകെ പോകുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു മരണ സമയം ഇങ്ങനെയൊക്കെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മഹാസർപ്പം അധികാരം കൊടുത്തത് കൊണ്ട് എന്ത് ചെയ്തു? അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് കടന്നു വന്ന ആ മൃഗം, സ്തോത്രം, ഹല്ലേലൂയ, ഈ സർപ്പത്തെ ഒന്ന് വണങ്ങുവാനിടയായി. സ്തോത്രം. ഈ സർപ്പത്തെ വണങ്ങിക്കൊണ്ട് സ്തോത്രം, ഈ ജീവിക്ക് ചില അധികാരങ്ങളെ ഈ മഹാസർപ്പം കൊടുക്കുകയാണ്. സ്തോത്രം. അതിന്റെ അവസാന വാക്യങ്ങൾ വായിക്കാം. അതിനെ 4 പലത് വേഗം വായിച്ചു, നിർത്തി വായിച്ചു. ഇവിടെ സ്തോത്രം, മനുഷ്യരെ കുറിച്ചാണ്. നമ്മുടെ എവിടെ നോക്കിയാലും ആള് കൂടുന്നിടത്ത് ഞാനും കൂടുന്ന ഒരു സ്വഭാവമാണ്. സ്തോത്രം. ന്യായമൊന്നും പ്രശ്നമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആള് കൂടുന്നിടത്ത് നിന്ന് കഴിഞ്ഞാൽ സേഫ്, അല്ലെങ്കിൽ സേഫ് ആയെന്നാണ് നമ്മുടെ വിചാരം. എങ്കിലും നീതിയുള്ളവന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പൽക്കാലം ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. മൃഗത്തിന്റെ കൊമ്പിന്റെ വലിപ്പം കണ്ടുകൊണ്ട് ദൈവ ആരാധന വിട്ടുകൊണ്ട് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നീ ഭയപ്പെട്ടുകൊണ്ട് നീ ആ മൃഗത്തിന്റെ മുൻപില് നീ നമസ്കരിക്കാൻ പോയെങ്കിൽ നിന്റെ തലമുറ മേല് ആ മൃഗത്തിന്റെ പൈശാചിക പോര് അവിടെ നിൽക്കുവാനിടയാകും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആ മൃഗത്തെ ഭയപ്പെട്ടുകൊണ്ട് ആ മൃഗത്തിന്റെ മുൻപിൽ ജനങ്ങൾ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ കൂടെ സത്യ ആരാധനയ്ക്ക് ആരുമില്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്കിരുന്നങ്ങ് ആരാധിച്ചോണം. സ്തോത്രം. ഞങ്ങൾ അങ്ങനെയാണ്. കൂടെ ആരും വേണ്ടെന്നേ. എന്നെ ബലപ്പെടുത്തുന്ന, കുടുംബത്തെ ബലപ്പെടുത്തുന്ന എന്റെ യേശു തമ്പുരാൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട്, എന്റെ കൂടെ ആരും ഇല്ലെങ്കിൽ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ, എന്നെ ഉയർത്തുവാൻ ആരും ഇല്ലെങ്കിൽ, ഹല്ലേലൂയ, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ മുറുകെ പിടിക്കുകയാണ്. സ്തോത്രം. സ്തോത്രം. ഞാനിവിടെ പറയുകയാണ്, ഒരു 22-23 വയസ്സിൽ എന്റെ വലതുകാലം മുറിച്ചു കളയണമെന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർ വിധി എഴുതിയതാണ്. സ്തോത്രം. എന്ന ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിലനിർത്തിയതാണ്. സ്തോത്രം. ആ ദൈവത്തിന്റെ പിടിവിട്ടുകൊണ്ട് അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി ആൾക്കൂട്ടത്തിന് നടുവിൽ ആളാകുവാൻ വേണ്ടി ദൈവത്തെ വിട്ടുകൊണ്ട് മൃഗത്തെ ആരാധിക്കുവാൻ എന്നെ കിട്ടത്തില്ല. സ്തോത്രം. അവിടെ നിന്ന് വീണ്ടും സഞ്ചരിക്കുകയാണ്. വീണ്ടും ഈ മൃഗത്തിന് ചില അധികാരങ്ങളെ കൊടുക്കുകയാ. തോട്ട് വായിച്ചു. സ്തോത്രം. ഹല്ലേലൂയ.
ചിലർ നാവ് തുറന്നാൽ മറ്റുള്ളവരെ കളിയാക്കുകയാണ്, നിന്ദിക്കുകയാണ്. എങ്ങനെ ഒരാളെ വീഴ്ത്തുവാൻ കഴിയുമോ? ഒരാൾക്കെതിരെ എങ്ങനെ ആളിനെ കൂട്ടുവാൻ കഴിയുമോ? സ്തോത്രം. ഒരാളെ എങ്ങനെ നശിപ്പിക്കുവാൻ കഴിയുമോ? സ്തോത്രം. ആളെ കൂട്ടി നടക്കുകയാ. സ്തോത്രം. ഒരാളെ കുറിച്ച് ദൂഷണം പറയുന്നതിന് അവൻ ഒരു മടിയുമില്ലാത്ത ഒരു ആത്മീയ ലോകത്തിൽ ജീവിക്കുന്ന നമ്മള് ഇനി ദൈവാത്മാവ് വിളിച്ചു പറയുകയാ, വമ്പ് പറയുന്നവന്റെ കൂടെ ദൈവമക്കള് നിങ്ങളെ കൂടെ ഇരിക്കരുത്. സ്തോത്രം. ആമേൻ. അവൻ വമ്പ് പറയുന്നത് അവന് കാശുണ്ടാക്കാൻ വേണ്ടിയാ, അവന് ജീവിക്കുവാൻ വേണ്ടിയാ, അവൻ ആളാകാൻ വേണ്ടിയാ. അവിടെ അല്ല ദൈവം നമ്മളെ ആഗ്രഹിക്കേണ്ടത്. ഒരു ഭാവിയെങ്കിലും നിന്റെ ഭാഗത്തുകൊണ്ട് നിന്റെ സാക്ഷ്യം കൊണ്ട് അവൻ നേടിയെടുക്കുവാൻ വേണ്ടിയാണ് നിന്നെ ദൈവം വേർതിരിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. വീമ്പ് പറയുന്ന നാവ് അവന് ലഭിക്കുവാനിടയായി. വായിച്ചു താട്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു കാലഘട്ടം ഈ പിശാച് അധികാരം കൊടുത്തു. എത്ര നാളാണ്? 42 മാസക്കാലം. സ്തോത്രം. ആമേൻ. ഈ 42 മാസം മതി ഇന്ന് ആത്മീയരെന്ന് പറയുന്ന നമ്മളെ പുറകോട്ടാക്കുവാൻ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ പിടിവിടുകയില്ല, അല്ലെ? ഞാൻ ദൈവത്തിന്റെ കൂടെ വസിക്കും, അല്ലെ? ഞാൻ 72 വർഷമായി മാനസാന്തരപ്പെട്ടിട്ട്, അല്ലെ? സ്തോത്രം. ഈ പറയുന്ന നമ്മുടെ ഒരു മാസം പിശാചിനറിയാം. നിന്റെ ഉറക്കത്തിന്റെ അളവ് പിശാചിനറിയാം. നീ എഴുന്നേൽക്കുന്ന സമയം പിശാചിനറിയാം. നീ ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് ഏത് സമയത്ത് നിന്റെ ഭവനത്തിൽ ചെല്ലുമെന്ന് പിശാചിനറിയാം. നിന്റെ മനസ്സിന്റെ ആഴം പിശാചിനറിയാം. നിന്റെ സംസാര ശൈലി പിശാചിനറിയാം. നിന്റെ ജീവിത ശൈലികളെ പിശാചിനറിയാം. ആ പിശാചിനെ നിന്റെ മേൽ ഇട്ടിരിക്കുന്ന ദൈവ പരിധി വിട്ടുകൊണ്ട്, ദൈവത്തിന്റെ ആരാധന വിട്ടുകൊണ്ട് ദൈവശക്തിയിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു മാസ കാലാവധി ഇട്ടിരിക്കുന്നത് 42 മാസക്കാലമാണ്. സ്തോത്രം. ആമേൻ. ആ പരിധികൾ നീ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ, സ്തോത്രം. ആമേൻ. എത്ര നല്ലത് പിശാച് തന്നാല് ഞാൻ വാങ്ങുകയില്ല. ചന്ദ്രക്ക് മേശക്ക് മേന്ദ്രകോപ് തീയുടെ നടുവിൽ ഇടുന്നതിന് മുൻപായിട്ട് പറഞ്ഞു. എന്നാണ് പറഞ്ഞത്? സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിൽ ഹല്ലേലൂയ ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കില്ല. സ്തോത്രം. അങ്ങനെ ഉറപ്പുള്ളൊരു വിശ്വാസിയായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഇത്രയും വിശ്വാസികള് ഉറപ്പുള്ള വിശ്വാസികളാ, അനുഗ്രഹം പ്രാപിച്ച വിശ്വാസികളാ. അവന്റെ ദൈവദൂഷണത്തിൽ വീണു പോകുന്ന ഒരു വിശ്വാസി അല്ല എന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ദൈവത്തിന്റെ നാമത്തിൽ ഇന്ന് ദൈവാത്മാവിടെ കൂട്ടി വരുത്തിയത്. സ്തോത്രം. ആമേൻ. അതിന്റെ 8-ാം വാക്യം കൂടി വായിച്ചു. ലോകസ്ഥാം. ഹല്ലേലൂയ. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രധാന ഒരു ഭാഗമാണ്. എന്താണ്? ഒരു പുസ്തകത്തിൽ എടുക്കുന്നു, അല്ലെ? അതെടുക്കുന്നു, അത് വായിക്കുന്നു, അതിൽ പേരെഴുതി കാണിക്കാത്ത എല്ലാവരെയും കത്തുന്ന തീപ്പൊയ്കയിൽ, തീച്ചുളയിൽ ഇട്ട് കളയും. സ്തോത്രം. ആമേൻ. ഇവിടെ പറയുന്നത് ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത സ്തോത്രഹല്ലേലൂയ ഭൂവാസികൾക്ക് അതിനെ നമസ്കരിക്കും. സ്തോത്രം. ഇന്ന് ദൈവത്തെ വിട്ടുകൊണ്ട്, ദൈവത്തിന്റെ ആലോചനകൾ വിട്ടുകൊണ്ട്, ദൈവത്തിന്റെ നന്മ അനുഭവിച്ചിട്ട് തൃപ്തിയായിട്ട് ദൈവം നിന്നയായിട്ട് മാറി പിശാചിനെ ആരാധിക്കുവാൻ വെമ്പൽ കൊണ്ടിരിക്കുന്നവരോട് പറയുവാനുള്ളത്, സ്തോത്രം, ഇന്നു മുതൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയല്ലാതെ ഈ ലോകത്ത് വേറൊരു ശക്തിയുമില്ല. സ്തോത്രം. വീണ്ടും ഞാൻ ആദ്യ വാക്യത്തിലേക്ക് കടന്നു വരികയാ. തെസ്സലോനിക്കരുടെ ലേഖനത്തില് അതിന് 2-ാം അധ്യായം അതിന് 8-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ പകുതി മുതൽ വാക്യം പറയുന്നത്, അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി. സ്തോത്രം. തന്റെ പ്രത്യക്ഷ പ്രവേശത്താൽ നശിപ്പിക്കും. സ്തോത്രം. ഏത് ദുഷ്ടപിശാചായാലും, സ്തോത്ര, സഭയെ തകർക്കുന്ന, ഭവനത്തെ തകർക്കുന്ന, ദേശത്തെ തകർക്കുന്ന പിശാചിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കടന്നു വരുന്ന ശക്തി ഉണ്ടെന്ന് വിചാരിക്കുന്ന പിശാച് നിന്നോട് ദൈവാത്മാ വിളിച്ചു പറയുകയാ, ദൈവത്തിന്റെ വായിലെ ശ്വാസത്താൽ, ദൈവത്തിന്റെ വായിൽ പുറപ്പെട്ടത് വചനത്താൽ ഹല്ലേലൂയ ഇന്ന് നിന്നെ ദൈവം നശിപ്പിക്കുവാൻ പോവുകയാണ്. സ്തോത്രം. ആമേൻ. ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളെ, മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം തന്നെ പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വചനം ഒരു കൂടി പ്രാവശ്യം കൂടി വായിക്കുകയാണ്. ആരും ഒരു വിധേയം നിങ്ങളെ ചതിക്കരുത്. സ്തോത്രം. ചതിവിൽ വീഴരുത്. സ്തോത്രം.
പിന്നെ പറയുന്ന ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും ദൈവത്തിന്റെ പാതയിൽ നിന്ന് വിട്ടുമാറരുത്. ഏത് പ്രതികൂലം വന്നാല്, ഏത് രോഗം വന്നാല്, ഏത് പ്രതിസന്ധി വന്നാല്, ഏത് നിന്ന വന്നാല് ദൈവം എന്നൊരു വാക്കും ദൈവ സ്നേഹം വിട്ടുകൊണ്ട് നിങ്ങൾ മാറി ദൈവത്തെ ത്യജിക്കരുത്. സ്തോത്രം. വീണ്ടും പറയുന്നത് നാശയോഗ്യന്, സ്തോത്രം, ആമേ, യൂദായെ പോലെ ഒറ്റുകാരനാവരുത്. സ്തോത്രം. അധമമൂർത്തിയുമായി വെളിപ്പെടുകയും വേണം. നിന്റെ ഭവനത്തിൽ അധമമൂർത്തികള്, പാരമ്പര്യ കെട്ടുകള്, ദേശാധിപതികള് നിന്റെ ഭവനത്തിൽ പിടിമുറുക്കുന്നത് നിന്റെ ഭവനത്തിലെ പ്രാർത്ഥനകൾ കുറഞ്ഞു പോകുമ്പോഴാണ്. സ്തോത്രം. ഇന്ന് ആ പ്രാർത്ഥനകളെ തിരികെ എടുക്കണം. കെട്ടുപോയ ആരാധന നിങ്ങൾ തിരികെ കൊണ്ടുവരണം. സ്തോത്രം. അതിനെ ബലപ്പെടുത്തി വേണം എന്ന് മുതലായിരിക്കുവാനായിട്ട്. സ്തോത്രം. ദൈവം എന്ന് നടിച്ചുകൊണ്ട് ആലയത്തിന് നടുത്തളത്തിൽ ഇറങ്ങി വന്ന് ദൈവമക്കളോട് വാദിക്കുന്ന പിശാചിനെ ദൈവത്തിന്റെ വായിലെ ശ്വാസത്താൽ ഇന്ന് കത്തിച്ച് കളഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ഇന്ന് മുതല്, ഹല്ലേലൂയ, ഈ വചനം കേട്ട ഞാന് ഇന്ന് മുതല് ഒരു ചതിയിൽപ്പെടാതെ അവൻ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ വാക്ക് കേട്ട് അത് സ്വീകരിച്ച് അപ്രകാരം ദൈവമക്കളായിട്ട് ജീവിക്കാമെന്ന് അവൻ വിശ്വാസമുള്ളവര് അവൻ ദൈവത്തെ ഒന്ന് ആരാധിച്ച് സ്തുതിച്ചാട്ടെ. അവൻ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. അവൻ പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നു, അവൻ പ്രതിസന്ധിയുടെ നടുവിലായിരുന്നു, അവൻ നിന്നയുടെ നടുവിലായിരുന്നു, അവൻ രോഗത്തിന്റെ നടുവിലായിരുന്നു. യേശുവേ, ഞാന് അവൻ ചിലപ്പോൾ പലപ്പോഴായിട്ട് അവൻ വാക്കുകൾ കൊണ്ട് അവൻ നിന്നെ നിന്ദിച്ചിട്ടുണ്ട്, അവൻ നിന്നെ എതിർത്തിട്ടുണ്ട്. എങ്കിലും യേശുവേ, ഇന്ന് അവൻ പൗലോസിനെ പോലെ അന്ധത ഉണ്ടായിരുന്നു. എങ്കിലും എന്റെ യഹോവ എന്റെ അന്ധത മാറ്റിയിരിക്കുകയാ, എന്റെ യഹോവ എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാ. ആ നന്മയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ. എന്റെ പ്രാർത്ഥനയോടെ വിശ്വാസികള് നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ മാത്രം അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ഈ ആത്മവചനത്തെ നിർത്തുകയാണ്. അവൻ സന്തോഷ സമൃദ്ധിയോടെ എനിക്ക് ഈ സമയങ്ങളെ വേദനിച്ചു പൗലോസാരനും അമേൻ ഭദ്രാസനത്തിന്റെ അമേൻ വൈദ്യ സെക്രട്ടറി ആത്മീയ സെക്രട്ടറി സന്തോഷ് സാറ്, വിശ്വാസികള് എല്ലാവർക്കും നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് അമ്മ എളിയ വാക്കുകൾ നിർത്തുന്ന സ്വർഗ്ഗത്തിലെ വലുവനായ ദൈവം നമ്മെ ഓരോരുത്തർ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ അടുത്തു വരുന്നതായ SLC പരീക്ഷ, മറ്റ് പരീക്ഷയൊക്കെ എഴുതുവാനായിട്ട് ആഗ്രഹിച്ചായിരിക്കുന്നതായ കുഞ്ഞുങ്ങളെല്ലാവരും ഇപ്പോൾ മുൻപോട്ട് കടന്നു വരിക. അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരീക്ഷ എഴുതുന്ന പിള്ളേരൊക്കെ മുന്നോട്ട് വാ. PT ജോൺ സാറ്, CC ജോസഫ് സാറ്, സന്തോഷ് സാറ്, ഇവർ 3 പേരും മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാൽ എപ്പോഴും പുറത്തു നിൽക്കുന്നതായ വിദ്യാർത്ഥികളായിട്ടുള്ള പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കടന്നു വരിക. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ച് പോരാടുവാൻ നിന്റെ
ശേഷം പ്രത്യേക പ്രാർത്ഥന പ്രത്യേകമായി പ്രാർത്ഥന ആഗ്രഹിച്ച ആരെങ്കിലും മുമ്പോട്ട് കടന്നു വരാം. പ്രത്യേകമായി പ്രാർത്ഥന ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുമ്പോട്ട് കടന്നു വരാം. എപ്പോഴും ഞാൻ ജാഗരിച്ച് പോരാടുവാൻ നിന്റെ സഹായം നൽകുക. എന്റെ മഹാപുരോഹിത നിന്റെ സഹായം നൽകുക. എന്റെ മഹാപുരോഹിത ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പ് നെടുമല അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനും ഞങ്ങളുടെ പരിപാലകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്ന കർത്താവ് 2026 രണ്ടാമത്തെ മാസയോഗത്തിൽ ഞങ്ങൾ കർത്താവ് പുനഃപ്രദേശത്ത് കല്ലിലെ കടന്നു വന്ന് നിന്റെ മക്കളോട് ചേർന്ന് നിന്നെ സ്തുതിപ്പാൻ മുഹൂർത്തപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഭദ്രാസനമായി കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾക്ക് സമർപ്പിക്കുവാൻ നീ അവിടെ ഞങ്ങളെ ഒരുക്കി വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ പോലെ അനേകായിരങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടവർ ഈ വർഷം കാണുവാൻ കഴിയാതെ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷത്തോടെ ബലത്തോടെ ആരോഗ്യത്തോടെ കർത്താവ് ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് അടുത്തു വന്നു ഞങ്ങളെ നടത്തിയതായ വിധങ്ങളെ ഓർത്ത് സ്തോത്രയാഗം അർപ്പിക്കുവാൻ നീ അവിടെ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കി വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭദ്രാസനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭാ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന തന്റെ മക്കളെ ഓരോരുത്തരെയും അങ്ങോട്ട് കരയിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ കടന്നു വന്നവരുണ്ട്, പ്രയാസങ്ങളുടെ നടുവിൽ കടന്നു വന്നവരുണ്ട്, രോഗങ്ങളാൽ ദുഃഖങ്ങളാൽ ഭാരപ്പെട്ട് കടന്നു വന്നവരുണ്ട്. എന്തായിരുന്നാലും അവയെല്ലാം മാറ്റുവാൻ ശക്തനായ ദൈവം തന്റെ മക്കളെ ഓരോരുത്തരെയും തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ മാസയോഗം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ സന്തോഷമുള്ളവരായ ഹല്ലേലൂയ
ഞങ്ങളുടെ ദൈവം വലിയവ ചെയ്തു എന്ന് പറയുവാൻ തന്റെ മക്കളെ ബലപ്പെടുത്തുമാറാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിയുന്ന തിരുമേനിയെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് സൂക്ഷിക്കണം, പരിപാലിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വൈദികരെയും ദൈവകരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മാസോഹത്തിൽ പങ്കെടുത്ത പയ്യമ്പള്ളി അച്ഛനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തണമേ. കഴിഞ്ഞ നാളുകളിൽ കോരുകളിൽ നടന്നാലും നേതൃത്വവും ഭയപ്പെടുകയില്ല എന്ന് കൽപ്പിച്ചവനായ ദൈവം അങ്ങയുടെ ഉള്ളങ്കരങ്ങളോട് വഹിച്ച് ബലപ്പെടുത്തിയെങ്കിൽ തുടർന്നുള്ളതായ സമയങ്ങളിലും നാളുകളിലും അവിടുന്ന് കൂടെയിരിക്കേണ്ടതിന് നീ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തോമസ് അച്ഛനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവ് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഭാ ശുശ്രൂഷകരെയും ദൈവകരം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവ് അവിടുന്ന് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സമർപ്പിച്ചിരിക്കുന്ന വഴിപാടിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കും നൽകപ്പെട്ട എല്ലാ കരങ്ങളെയും ബലപ്പെടുത്തണം, അതിലുപരിയായി നന്മകൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനീ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവയുടെ എല്ലാ കുടുംബങ്ങൾക്കായി, വ്യക്തികൾക്കായി, ഭരണസമിതികൾക്കായി പ്രാർത്ഥിക്കുന്നു. വാസ്തവത്തിന് വേണ്ട എല്ലാ ക്രമീകരണം ചെയ്യുവാൻ മുൻപന്തിയിൽ നിന്ന് എല്ലാ നിയമക്കളെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് ഇപ്പോൾ കർത്താവ് ഞങ്ങൾ കടന്നു പോകട്ടെ. പിരിയാത്തൊരാൾ കൂടെ ഇരിക്കണം, നന്മയിൽ നിറയ്ക്കണം. യേശുവിനെ നാമത്തിൽ അപേക്ഷിക്കുന്നു. അവിടുന്ന് കേൾക്കുമാറാകണമേ. നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്നിയുടെ സ്വല പോലെ ചെയ്യപ്പെടണമേ. ഞങ്ങൾക്ക് ദൗസലാകാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കുറ്റങ്ങളും പാപം ഞങ്ങളോ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കടത്താതെ ഞങ്ങളെ ദോഷിക്കണമേ. എന്നിവിടെ നാല് രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. സകല ബുദ്ധി എങ്ക വീണ ദൈവസമാധാനം ദൈവത്തിന്റെ മനുപുത്രൻ നമ്മുടെ കർത്താവുമായ യേശുവിനെ കുറിച്ചുള്ള അറിവും സ്നേഹത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സിലെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ വാഴ്വിനിഗ്രഹവും സൂക്ഷിപരിപാലനവും കാവലും നമ്മളിലൂടെ പ്രാവശ്യങ്ങളോട് നമ്മുടെ ഭദ്രാസനത്തോടും നമ്മളെ ഓരോരുത്തോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.